പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് OTT റിലീസ് ചെയ്തിട്ടുള്ള രണ്ട് സിനിമകളെ കുറിച്ചുള്ള ചെറിയൊരു ഒപ്പീനിയൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആദ്യത്തെ സിനിമ തമിഴിൽ നിന്നാണ്, രണ്ടാമത്തെ സിനിമ മലയാളത്തിൽ നിന്നുമാണ്. അപ്പോൾ രണ്ട് സിനിമകളും എനിക്ക് അത്യാവശ്യം ആവറേജ് ആയിട്ട് അനുഭവപ്പെട്ട സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നിറങ്ങൾ മൂന്ന് എന്ന് പറഞ്ഞ സിനിമയാണ്. ഇത് കാർത്തിക് നാരായണാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. ഈ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കെ കരുണമൂർത്തി, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ്. അപ്പോൾ ഞാനിതിന് മ്യൂസിക് പറയാൻ കാരണം ഞാനതിലേക്ക് വരാം. അപ്പോൾ കാർത്തിക് നാരായണ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ സിനിമ നമ്മളെല്ലാവരും ഞെട്ടിച്ചൊരു സിനിമ ഉണ്ട്, ധ്രുവങ്ങൾ 16 എന്നാണ് സിനിമ. അപ്പോൾ അത് സംവിധാനം ചെയ്ത സംവിധായകനായതുകൊണ്ട് തന്നെ ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ കാണണം എന്ന് കരുതിയ സിനിമയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അത് OTT റിലീസ് ചെയ്തു. ഇനി സിനിമേൻ്റെ ഒരു കാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് അഥർവ, പിന്നെ ശരത് കുമാർ, റഹ്മാൻ, ദുഷ്യന്ത് ജയപ്രകാശ്, ചിന്നി ജയന്ത്, ജോൺ വിജയ്, അമ്മു അഭിരാമി, മുരളി രാധാകൃഷ്ണൻ, സന്താന ഭാരതി, ഉമ പത്മനാഭൻ, ബാല ഹസൻ, രാധിക ശ്രീനിവാസ്, RK സെൽവമണി, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാർത്തിക് നാരായൺ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ അതൊരു പരിധി വരെ കിട്ടിയൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഈ ഒരു മുമ്പ് ധ്രുവങ്ങൾ 16 കണ്ട സമയത്ത് അതിലുണ്ടായിരുന്ന ഒരു മിസ്റ്ററി, ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ട്വിസ്റ്റ് കാര്യങ്ങൾ, പിന്നെ നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത് കിട്ടുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ ഒരു ചെറിയൊരു മിസ്റ്ററി ഉള്ളിലുള്ള ഇനി എന്ത് സംഭവിക്കും, ഇനി എന്തുണ്ടാവും എന്നുള്ളൊരു തോന്നൽ കാർത്തിക് നാരായണൻ്റെ ഈ ധ്രുവങ്ങൾ 16 കണ്ട സമയത്ത് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം തരക്കേട്ടില്ലാത്ത രീതിയിൽ ഈ സിനിമയിലും നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ മേക്കിംഗ് കൊണ്ട് ആ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ കഥനോണ്ടും തിരക്കഥനോണ്ടും അത്ര ഒരു ലെവലിലേക്ക് പോയിട്ടില്ല. എന്നാലും കൂടെ ഉള്ള സാധനം ഒരു മോശമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനും ആ ഒരു മിസ്റ്ററി എലമെൻറ്റ് അത്യാവശ്യം ക്ലൈമാക്സ് വരെ കാത്തു സൂക്ഷിക്കാനും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമേൻ്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന കഥാപാത്രങ്ങളിലൂടെ നമുക്കറിയാം ഈ പിന്നെ കാർത്തിക് നാരായണൻ്റെ സിനിമകൾക്കൊരു പ്രത്യേകത ഉണ്ട്. പൊതുവെ എല്ലാ കഥാപാത്രങ്ങൾക്കും അത്യാവശ്യം ലേയേഴ്സും അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു സിനിമ മേക്കിംഗ് ആണ് കാർത്തിക് നാരായണൻ സിനിമകൾ ഉണ്ടാകല്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും. ഇതിൽ പിന്നെ പ്രധാന താരങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരു 3-4 പേര്, അഥർവ, അതേപോലെ ശരത് കുമാർ, റഹ്മാൻ, പിന്നെ എന്താണ് ദുഷ്യന്ത് ജയപ്രകാശ്, പിന്നെ അതേപോലെ ചിന്നി ജയന്ത്, ഇവരൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുള്ള, ഇപ്പോൾ നായകനായിട്ടുള്ള അഥർവക്ക് മാത്രം സ്പേസ് കൊടുക്കുന്ന രീതിയിലല്ല, ഈ പറയപ്പെട്ട പ്രധാന റോളിൽ വന്നിട്ടുള്ള 5-6 പേരിലുള്ള എല്ലാവർക്കും, ഒരു 5-6 കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം സ്പേസും അവർക്ക് അത്യാവശ്യം സ്ട്രോങ് ഉള്ളൊരു സ്റ്റോറിയും കൊടുത്തിട്ടുണ്ട്. അവർ ആ സിനിമയ്ക്കുള്ളിൽ സ്റ്റോറി എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ആകെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സിലേക്ക് വന്ന സമയത്ത് ഒരു സാധാരണ ഒരു സിനിമയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ക്ലൈമാക്സ് എന്നതിനപ്പുറത്തേക്ക് ഒരു നോർമൽ ടിപ്പിക്കൽ ഫാമിലി സിനിമകളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ആയിപ്പോയി. അതായത് നമ്മളെ തുടക്കം മുതൽ നല്ലൊരു മിസ്റ്ററി മൂഡിൽ ഇങ്ങനെ കൊണ്ടുപോയി ലാസ്റ്റ് ഒരു നോർമൽ ക്ലൈമാക്സിൽ അവസാനിപ്പിച്ചതുപോലെ എനിക്ക് തോന്നി. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാതെ കണ്ടിരിക്കാവുന്ന നല്ല രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ജേക്സ് ബിജോയിൻ്റെ, ഞാൻ നേരത്തെ ജേക്സ് ബിജോയിനെ എടുത്തു പറയാൻ കാരണം ജേക്സ് ബിജോയിൻ്റെ മ്യൂസിക് ഈ സിനിമനെ എലവേറ്റ് ചെയ്യുന്നതിൽ നല്ല രീതിയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അഥർവനെ കാണിക്കുന്ന സമയത്ത് അഥർവൻ്റെ ഒരു കഥാപാത്രത്തിനുള്ളൊരു ഒരു കഥാപാത്ര രൂപീകരണമുണ്ട്. അത്യാവശ്യം ഒരു യൂത്തിന് വേണ്ട, അല്ലെങ്കിൽ ഈ സിനിമ മോളുള്ള യൂത്തിൻ്റെ ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ തന്നെയാണ് അഥർവൻ ഇതിൽ പ്ലേസ് ചെയ്തത്. അത് പ്ലേസ് ചെയ്ത രീതിയും അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയ രീതിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ മേക്കിങ്ങും ഒക്കെ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ അഥർവനെ കാണിക്കുന്ന സമയത്തുള്ള മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ അത്യാവശ്യം തരക്കേടില്ലാതെ ഒരു തവണ കണ്ടിരിക്കാവുന്ന രീതിയിൽ എടുത്തു ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയല്ല, എന്നാലും കൂടെ അത്യാവശ്യം കണ്ടിരിക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പിന്നെ നിറങ്ങൾ 3 എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒരു കഥ. പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്നുള്ള സിനിമയാണ്. ഈ സിനിമ പറഞ്ഞതുപോലെ തന്നെ
ഒരുപാട് കാലമായിട്ട് നമ്മൾ കാത്തിരുന്ന സിനിമയാണ്. ഈ വർഷം തുടക്കത്തിൽ ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമയാണ്. സിനിമേൻ്റെ പേര് കൽബ് എന്നാണ്. നമുക്കറിയാം ഈ കൽബ് സിനിമേനെ ചുറ്റിപ്പറ്റി കുറേ വിവാദങ്ങളും പ്രശ്നങ്ങളും. ആദ്യം നായകനെ തീരുമാനിച്ചത് ഷൈൻ നിഗത്തിനായിരുന്നു. പിന്നീടുണ്ടായ വിവാദങ്ങളും സെറ്റിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതെല്ലാം നമുക്കറിയാം. അങ്ങനെ കുറച്ച് കാലം നിന്ന് പോയതിനു ശേഷം വീണ്ടും റീഷൂട്ട് ചെയ്ത് നായകനൊക്കെ മാറ്റി റീഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. സിനിമ കൽബ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സാജിദ് യഹ്യ, എഴുതിയിരിക്കുന്നത് സാജിദ് യഹ്യ എന്നാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിജയ് ബാബു. പിന്നെ ഇതിൽ മ്യൂസിക് എടുത്ത് പറയണം പ്രകാശ് അലക്സ്, വിമൽ നാസർ, നിഹാൽ സാദിഖ്, ഇവരാണ് ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിച്ചിരിക്കുന്നത് രഞ്ജിത്ത് സജീവ്, നേഹ നസ്നീൻ, സിദ്ദീഖ്, ആതിര പട്ടേൽ, പിന്നെ ജാഫർ ഇടുക്കി ലേന, സനൂപ് കുമാർ, ജാഫർ ഇടുക്കി, അബു സാലിം, ചാലി പാല, സരസ ബാലുശ്ശേരി, ശ്രീധന്യ, പിന്നെ അതുപോലെ കാർത്തിക് ശങ്കർ ഉണ്ട് ഒരു പ്രധാന കഥാപാത്രമായിട്ട്. ഇങ്ങനെ കുറച്ച് താരങ്ങൾ മാത്രമേ ഉള്ളൂ. സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം തരക്കേടില്ലാതെ പറഞ്ഞൊരു ലവ് സ്റ്റോറി എന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഈ തട്ടത്തിന്മറയത്തും ഹൃദയമൊക്കെ കണ്ട സമയത്ത് നമുക്ക് ആ സിനിമ ഒരു ഭയങ്കര സംഭവം ലവ് സ്റ്റോറി എന്നല്ല, ഒരു നോർമൽ കഥ. പക്ഷേ അത് നമ്മളെ മനസ്സിലേക്ക് കയറാനുള്ള പ്രധാന കാരണം അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലായിരുന്നു. അതായത് വിനീത് ശ്രീനിവാസൻ്റെ സിനിമകൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിന് ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ മ്യൂസിക്കാണ്. ആ സിനിമേൻ്റെ വിനീത് ശ്രീനിവാസൻ്റെ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു ഒട്ടുമിക്ക സിനിമകളും മ്യൂസിക്കിന് ഭയങ്കര പ്രാധാന്യം. പ്രത്യേകിച്ച് ചെറിയ പാട്ടുകൾ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ സീനിനും ഇങ്ങനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ടുകൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കും. അതിങ്ങനെ സീനിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു മേക്കിംഗ് സ്റ്റൈലാണ് വിനീത് ശ്രീനിവാസൻ്റെ മേക്കിംഗ് സ്റ്റൈൽ. ഏറെക്കുറെ അതേപോലെ തന്നെ പിന്നെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ തന്നെ വന്നിട്ടുള്ള സിനിമയാണ് കൽബ്. പ്രത്യേകിച്ച് ഇതിൻ്റെ മ്യൂസിക് സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ പാട്ടുകളും ഓരോരോ സിറ്റുവേഷന് പറ്റിയ രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ സിറ്റുവേഷന് ഏത് സോങ്ങാണോ വേണ്ടത് ആ സോങ് വളരെ വൃത്തിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് അതൊക്കെ സോങ്ങുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി നോക്കിയാൽ അറിയാം. ഇതിലുള്ള എല്ലാ സോങ്ങുകളും നല്ല അടിപൊളി സോങ്ങാണ്. പ്രത്യേകിച്ച് ഇതിലെ നായികയായിട്ടുള്ള പിന്നെ നേഹ നസ്രീൻ അവതരിപ്പിക്കുന്ന തുമ്പി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിന് പിന്നെ കൊടുത്തൊരു ഇൻട്രോ മ്യൂസിക് ഒരു സോങ് ഉണ്ട്. ഇതിൽ റീൽസിലൊക്കെ ഭയങ്കര ഹിറ്റായ ഒരു പാട്ടാണ്. അപ്പോൾ ആ സോങ്ങൊക്കെ കൊടുത്തതും ബ്ലെൻഡ് ചെയ്തതും ആ ഒരു ഇൻട്രൊഡക്ഷൻ സീനൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ നായകൻ്റെ കണ്ണിൽ വരുന്നൊരു ഒറ്റ നോട്ടത്തിൽ വരുന്നൊരു പ്രണയം അതെന്തുകൊണ്ട് അത് വന്നു നമുക്ക് ആ സീൻ കാണുമ്പോൾ മനസ്സിലാവും. അത്ര കണ്ട് അടിപൊളിയായിട്ടാണ് ആ ഇൻട്രോ സീന് അത് എടുത്തു വെച്ചത്. ആ ഒരു സീൻ നമുക്കിങ്ങനെ നായകനെ ഇങ്ങനെ കാണിക്കുമ്പോൾ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നായകൻ്റെ മനസ്സിൽ എന്താണ് തോന്നിയത് അത് നമുക്കും വരുമോ, നല്ല മൊഞ്ചത്തിയാണല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്കും വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉള്ളത്. അത് ഈ സിനിമയിൽ ഉടനീളം കാത്തുസൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഈ സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇതര മതസ്ഥരായിട്ടുള്ള രണ്ടുപേരുടെ പ്രണയകഥയാണ് പറയുന്നത്. പിന്നെ ഇതിൽ ലേന, സിദ്ദീഖ്, പിന്നെ അതേപോലെ ഈ നായകൻ്റെ അച്ഛനായിട്ട് ബാപ്പയായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, അദ്ദേഹം ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കിട്ടിയ റോള് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ നായകൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് വലിയൊരു സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടില്ല. ആകെ കാർത്തിക് ശങ്കറിനാണ് കുറച്ചെങ്കിലും സ്പേസ് കൊടുത്തത്. അത് അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ഈ പ്രണയകഥ അതിലൂടെ ഉണ്ടാകുന്ന സാധാരണ നമ്മൾക്ക് ഇതുവരെ കണ്ട് പരിചയിച്ച സ്റ്റോറി അത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയും ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ പോകുന്നൊരു നോർമൽ കഥ ആയിട്ടാണ് ഇത് ഏകദേശം ക്ലൈമാക്സ് എത്തുന്നത് വരെ ഇതിങ്ങനെ പോകുന്നത്. പക്ഷേ ക്ലൈമാക്സിലുള്ളൊരു 30 മിനിറ്റ് അത് എല്ലാവർക്കും എങ്ങനെ അതിൻ്റെ ഒരു അനുഭവം എന്നറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ വെള്ളം വരുന്ന രീതിയിലേക്ക് മാറ്റിക്കളയും. കാരണം അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും ആ മേക്കിങ്ങിന് കൊടുത്തൊരു ഡെപ്തും അവിടെ കൊടുത്തിട്ടുള്ള മ്യൂസിക്കും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമാക്സ് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. സാധാരണ പ്രണയ സിനിമകളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നമുക്കിതിൽ ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതിന് കാരണം ആ സിനിമ നന്നാത്തതും കൊണ്ട് മേക്കിംഗ് മോശമായത് കൊണ്ടതല്ല. ഏത് തരത്തിലുള്ള ഫീലിംഗ് ആണോ പ്രേക്ഷകന് ലഭിക്കേണ്ടത് അത് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ക്ലൈമാക്സിൽ. അവസാനത്തെ ഒരു 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള 30 മിനിറ്റ്. അത് ശരിക്കും ഒരു കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവും. അതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാണുന്ന ആൾക്കാർക്കൊരു പിന്നെ പ്രശ്നമായി മാറും, സ്പോയിലറായി മാറും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അവസാനത്തെ 30 മിനിറ്റ് മേക്ക് ചെയ്ത് വെച്ചും അവിടെയുള്ള മ്യൂസിക്കും അവിടെയുള്ള മേക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കിഡിലനായിട്ടുണ്ട്.
പിന്നെ പറഞ്ഞതുപോലെ ഓൾ ഇൻ ഓൾ അത്യാവശ്യം എല്ലാവരും വൃത്തിക്ക് കിട്ടിയ റോള് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നായകനായിട്ടുള്ള രഞ്ജിത്ത് സജീവും പിന്നെ നായികയായിട്ടുള്ള നേഹ നസീനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ റോള്. അവരുടെ പ്രണയവും ആ പ്രണയത്തിൻ്റെ ഡെവലപ്മെൻറ്റും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ വൃത്തിക്ക് എടുത്തു വെക്കാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു ലവ് സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു തവണയെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എബോവ് ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ലോണം പിന്നെ സിനിമ ആസ്വദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയ സമയത്ത് അതിൻ്റെ സിനിമേൻ്റെ മേക്കിംഗ് സ്റ്റൈലും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും ഒക്കെ അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ആ സിനിമയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലേക്ക് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ ശ്രമിക്കുക എല്ലാവരും. ഈ 2 സിനിമകളും ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് നിലവിൽ. അപ്പോൾ കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം മോശമില്ലാതെ 2 വൺ ടൈം വാച്ചബിളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഒന്ന് അഭിപ്രായം പറയാം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.